ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും എടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര. നമ്മൾ ആദ്യം ഒരു 2 സ്പൂൺ പാലൊഴിച്ചിട്ട് നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ മിക്സാക്കി വെക്കുന്നുണ്ട്. അത് ലൂസാക്കി നല്ല കട്ടയില്ലാതെ നമ്മളത് അലിയിച്ച് വെക്കണേ. അതിനുശേഷം നമ്മൾ പാല് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഈ പഞ്ചസാരയും കസ്റ്റാർഡ് പൗഡറും മിക്സാക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നത്. കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇട്ടതിന് ശേഷം നമ്മളത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ, ഇല്ലെങ്കിൽ അത് കട്ടയായിട്ട് പോകും. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആകുന്നോടം വരെ അത് കുറച്ച് നല്ലോണം തിക്കാവണം. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ഇടുമ്പോഴേക്കും അത് ഫ്രൂട്ട്സിൻ്റെ വെള്ളവും കൂടെ വീണിട്ട് അത് കുറച്ച് ലൂസായി പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നന്നായിട്ട് തിക്കാവുന്നോടം വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അത് അടിയിലൊക്കെ പിടിക്കും. അത് അത് റെഡിയായി കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി വെക്കണേ. അത് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഫ്രൂട്ട്സ് ഇടുന്നത്. ഇനി നമുക്കിതിന് വേണ്ട ഫ്രൂട്ട്സുകളൊക്കെ എടുക്കാവേ. നമ്മൾ മുന്തിരി, പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്, കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, പഴമുണ്ട്, ആപ്പിളുണ്ട്, അനാറ്, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സുകളുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചേ. ഇനി ഈ ബൗളിലേക്കാണ് നമ്മൾ ഫ്രൂട്ട്സും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരാപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരാപ്പിൾ എടുത്തു. ഒരു കുറച്ച് പച്ചമുന്തിരിയും കുറച്ച് കറുത്ത മുന്തിരിയും, പിന്നെ ഒരു ചെറിയ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സ് നമ്മുടെ ഇഷ്ടാനുസരണമാണ്. കുറച്ച് ഒരനാറ് എടുത്തിട്ടുണ്ട്. ഒരനാറും ഒരു 5-6 ചെറിയും കട്ട് ചെയ്തതും. പുളിയില്ലാത്ത ഫ്രൂട്ട്സാണ് ഇതിന് നല്ലത് കേട്ടോ. പുളിയുള്ള ഫ്രൂട്ട്സ് ഒത്തിരി ഇടാതിരിക്കാൻ നോക്കണേ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മളിത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ നമ്മളിത് സൂക്ഷിക്കണേ. ഇത് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്